ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പറഞ്ഞ ബാക്കി കഥയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്താ ഇന്നലത്തെ സംഭവം എന്ന് നോക്കാം. അടുത്ത ഭാഗം എന്താണെന്ന് നോക്കണ്ടേ. മഹേഷ് പറയുകയാണ്, മേഡം എന്നെ മനസ്സിലാക്കിയതുപോലെ ഈ വീട്ടിൽ മറ്റാരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ചന്ദ്രികയ്ക്ക് നല്ലത് വരാൻ വേണ്ടിയല്ലേ മേഡം എന്നോട് ഇതൊക്കെ പറയുന്നതും ഞാൻ ഇതൊക്കെ ചെയ്യുന്നതും. അതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല ഇവിടെ. കാരണം അത്രയധികം സിദ്ധു നിന്നെക്കുറിച്ച് മോശമായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അല്ല മേഡം, എന്തിനായിരിക്കും സിദ്ധാർത്ഥൻ സാറ് ഈ ചന്ദ്രികയുടെ കാര്യത്തിൽ ഇത്രയധികം ഇടപെടുന്നത്? അതിന് മാത്രം അവർ തമ്മിൽ എന്താണോ അടുപ്പമുള്ളത്? പൊതുവേ ഒരു പെണ്ണ് തനിച്ച് ജീവിക്കുമ്പോൾ മറ്റ് ഏതൊരാണിനുമുള്ള ഉദ്ദേശം തന്നെയായിരിക്കും സിദ്ധുവിനും വന്നിട്ടുള്ളത്. എന്നാൽ ചന്ദ്രികയ്ക്ക് സിദ്ധുവിനോടോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ല. അതുകൊണ്ടാ ഞാൻ നിന്നെയും ചന്ദ്രികയും വീണ്ടും ഒരുമിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ചന്ദ്രികയെ ആരും സ്വന്തമാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവളുടെ ജീവിതം ആരും നശിപ്പിക്കാനും പാടില്ല. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. മേഡത്തെ പോലൊരു നല്ല മനസ്സ്, അതായത് സ്വന്തക്കാർക്ക് വരെ ഇല്ലല്ലോ മേഡം. മേഡത്തിൻ്റെ നല്ല മനസ്സാണ്. മേഡം ഇങ്ങനെയൊക്കെ ചന്ദ്രികയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും മേഡം പറയുന്നത് പോലെ തന്നെ ചെയ്യും മേഡം. ഇതേ നോക്ക് മഹേഷ്, വീട്ടിലുള്ളവർ ഉപദ്രവിക്കുന്നു, ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നീ ഈ കാര്യത്തിൽ നിന്നും പിന്തിരിയാൻ പാടില്ല. ജീവിക്കുന്നെങ്കിൽ ചന്ദ്രികയുടെ കൂടെ ഒപ്പം മാത്രമേ ജീവിക്കൂ എന്നുള്ള സ്ട്രോങ്ങോടെ ഉറപ്പായിട്ടുള്ളൊരു തീരുമാനത്തോടെ നീ നിൽക്കണം. എന്നാലേ ചന്ദ്രികയെ നിനക്ക് കിട്ടൂ. നീ ചന്ദ്രികയോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയാൽ നിന്നെ ഞാനൊരു മുതലാളിയാക്കും. നീ പിന്നെ ഇങ്ങനെ കാറും തുടച്ച് ഒരു വല്ലാത്തൊരു വേലക്കാരനെ പോലെ നടക്കേണ്ട ആവശ്യമില്ല. നിനക്കൊരു ഞാൻ നല്ല സൂപ്പർ മാർക്കറ്റ് തുടങ്ങിത്തരാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതുപോലെ തന്നെ ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്യും. അത് മതി മേഡം. ഇതിൽ കൂടുതൽ വേറെ എന്താ എനിക്ക് വേണ്ടത്? എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറി അവളോടൊപ്പം തന്നെ എനിക്ക് ജീവിക്കണം മേഡം. നീ ഇന്നലെ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നടക്കുമായിരുന്നു. നിനക്കവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും നിന്നെ കോടതി, ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ തലയിൽ കയറുന്നത്. നീ ആ സമയം താലി കെട്ടിയിരുന്നെങ്കിൽ അത് അഴിക്കാൻ വേണ്ടി ഞാൻ ചന്ദ്രികയെ സമ്മതിക്കില്ലായിരുന്നു. അപ്പം മഹേഷ്, മേഡം, ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി എത്രയോ തവണ നോക്കിയതാണ്. പക്ഷേ ലക്ഷ്മി മേഡം വന്ന് താലി കെട്ടാതെ എന്നെ തടയാൻ നോക്കി. എന്നിട്ടും ഞാൻ വീണ്ടും താലി കെട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയതാണ് മേഡം. അപ്പോഴേക്കും സിദ്ധാർത്ഥ് സാർ വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു മേഡം. സിദ്ധു നിന്നെ അടിച്ചപ്പം നീ തിരിച്ചടിക്കേണ്ടതായിരുന്നു. ശരീരം മാത്രം വളർന്നാൽ പോരാ. നീ സിദ്ധുവിനെ അടിച്ചിട്ടിട്ട് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ സിദ്ധു പിന്നീട് നിന്റെ മുമ്പിൽ അഹങ്കാരം കാണിക്കില്ലായിരുന്നു. നീ അവൻ്റെ കയ്യിൽ നിന്നും അടിയും വാങ്ങിക്കെട്ടി ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാനും പറ്റിയില്ല. സോറി മേഡം, അതൊക്കെ അങ്ങനെയായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് മേഡം പറയൂ. ഇനി സിദ്ധു വെറുതെ ഇരിക്കില്ല. ചന്ദ്രികയെ എന്നേക്കുമായി നിന്നിൽ നിന്നും പിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. അവളെ കോർട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യും. കോർട്ടിൽ നീ വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നതായിട്ട് കാണിച്ചിട്ട് ചന്ദ്രിക ഡിവോഴ്സ് ചോദിക്കും. നീ ഇല്ലീഗലായിട്ട് ദീപയോടൊപ്പം ജീവിക്കുന്ന കാര്യം അപ്പം തന്നെ ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് അനുവദിക്കും. അതുകൊണ്ട് നീ ദീപയോടൊപ്പം കഴിയുന്ന കാര്യം ആരും അറിയാൻ പാടില്ല. കുറച്ച് നാളത്തേക്ക് അവളോട് ഒളിച്ചു താമസിക്കാൻ വേണ്ടി പറയൂ. ശരി മേഡം. അപ്പോൾ ഇപ്പോൾ ദീപ എവിടെയുണ്ട്? എൻ്റെ വീട്ടിലുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീടും ഏർപ്പാടാക്കി തരാം. എന്നാൽ അവിടെ താമസിക്കാമല്ലോ. ഓക്കെ മേഡം, മേഡം പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അപ്പോൾ മേഡം പറയാണ്, കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചാൽ എനിക്ക് ചന്ദ്രികയുടെ കൂടെ ജീവിക്കാൻ മാത്രമാണ് ഇഷ്ടം എന്ന് പറയണം. ബാക്കിയെല്ലാം നമ്മുടെ ലോയർ നോക്കിക്കോളും. ശരി മേഡം. ശരി മേഡം. എന്നാൽ പിന്നെ നീ പോയിക്കോ. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനാണ്. സിദ്ധുവിൻ്റെ വണ്ടിക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. അവിടെ ചന്ദ്രിക എത്തുകയാണ്. ചന്ദ്രിക വന്നിട്ട് പറയാണ് സിദ്ധുവിനോട്, വളരെ നന്ദിയുണ്ട് സാർ. സാറില്ലായിരുന്നെങ്കിൽ വീണ്ടും അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേനെ. ദൈവത്തെ പോലെയാ സാർ ഇന്നലെ അവനിൽ നിന്നും എന്നെ രക്ഷിച്ചത്. അയ്യോ, ഈ സഹായം ഞാൻ ജീവനുള്ളിടത്തോളം കാലം മറക്കില്ല സാറേ. നീ എന്താ ചന്ദ്രിക ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്? നിന്നെ മലരിനെ നോക്കാനല്ലേ ഞാനിവിടെ ഉള്ളത്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്കും മലരിനും ഒരു പ്രശ്നവും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. എനിക്ക് മറ്റൊരു സഹായം ചെയ്തു തരാമോ സാർ? എന്താ ചന്ദ്രിക, എന്താ കാര്യം? മഹേഷിൽ നിന്നും എനിക്ക് വിവാഹമോചനം വാങ്ങിത്തരുമോ സാർ? വിവാഹമോചനം നടക്കാത്തത് കൊണ്ടല്ലേ അയാൾ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത്.
ഈ കാര്യം ഞാൻ നേരത്തെ തന്നെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് കഴിഞ്ഞു. അദ്ദേഹം അതിനുള്ള ഏർപ്പാടുകളും ചെയ്തു. വേണമെങ്കിൽ നാളെ തന്നെ നിന്നെ ഞാൻ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാം. ശരി സാർ. സാർ, എത്ര വേഗം ആ മൃഗത്തിൽ നിന്നും വിവാഹമോചനം ലഭിക്കുന്നു അത്രയും സമാധാനമാണ് എനിക്ക്. എന്നെയും എൻ്റെ കുഞ്ഞിനെയും രക്ഷിച്ചതിൻ്റെ പുണ്യം സാറിന് എന്നും ഉണ്ടാവും. ശരി സാർ, ഞാൻ പോട്ടെ. അതും പറഞ്ഞ് ചന്ദ്രിക പോകാൻ നോക്കുമ്പോൾ സിദ്ധു വീണ്ടും വിളിക്കുകയാണ്. ചന്ദ്രികയെ, ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് നീ എനിക്ക് പ്രസാദം പോലും തന്നില്ലല്ലോ. അയ്യോ, ഇതാ സാർ, എടുത്തോളൂ സാർ. ഇതാ എൻ്റെ കൈ കണ്ടില്ലേ, കയ്യിലൊക്കെ അഴുക്കായിട്ടാണുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് വെക്കുക? അപ്പോൾ ചന്ദ്രിക പറയാണ്, അതിന് സാറിന് അങ്ങനെ കഴിയില്ലെങ്കിൽ ഞാൻ സാറിൻ്റെ റൂമിൽ വെക്കാം. സാറ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. എന്താ ചന്ദ്രിക, ക്ഷേത്രത്തിലെ പ്രസാദം പെട്ടെന്ന് തന്നെ തൊഴണ്ടേ? അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫലം കിട്ടില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വെക്കണ്ടേ? ശരി, നിനക്ക് തൊട്ട് തരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ പിന്നീട് എടുത്ത് വെച്ചോളാം. ചന്ദ്രിക മടിച്ച് നിന്ന് പ്രസാദം അവൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു. അപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ട്. രണ്ടുപേരും അങ്ങനെ കുറേ സമയം അവിടെ പരസ്പരം നോക്കി നിൽക്കുകയും നല്ലൊരു അടിപൊളി പാട്ടും ആ സമയത്തുണ്ടായിരുന്നു. താങ്ക്സ് ചന്ദ്രികെ. ശരി സാർ. ചന്ദ്രിക പോകാനൊരുങ്ങുമ്പോൾ സിദ്ധു പറയാണ്, ഇനി ഇടക്കിടക്ക് ഞാനിങ്ങനെ സ്റ്റെപ്പിനി മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. എന്താ സാർ? ഇല്ല ഒന്നുമില്ല, പോയിക്കോളൂ എന്നും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് മേഘയെയും മുത്തശ്ശിയെയുമാണ്. അപ്പോൾ മുത്തശ്ശി മേഘയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മേഘ കഴിക്കുകയാണ്. അവിടെ തന്നെ സിദ്ധുവും വന്നിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അവന് ആവശ്യമുള്ള ഫുഡൊക്കെ അവൻ തന്നെ പ്ലേറ്റിലെടുത്ത് വെക്കുകയാണ്. മേഘ അവനിരുന്നത് കണ്ട് ആ പ്ലേറ്റിൽ തന്നെ, കഴിക്കുന്ന പ്ലേറ്റിൽ തന്നെ കൈയും കഴുകിയിട്ട് എണീക്കാൻ പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി വിളിക്കുകയാണ്, എന്താ മേഘ, ഞാൻ വന്നിരുന്നതും നീ കൈ കഴുകി എണീറ്റു? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതെ, നിനക്ക് ഒരുപാട് ജോലിയുണ്ട്. ആരുടെ ജീവിതം നശിപ്പിക്കാം, ആരുടെ പണം മോഷ്ടിക്കാം, ആരെയൊക്കെ പറ്റിക്കാം, ഇങ്ങനെ ഒരുപാട് ജോലികൾ നിനക്കുണ്ടാകും. സിദ്ധു, മൈൻഡ് യുവർ വേർഡ്സ്. എൻ്റെ അച്ഛൻ്റെ പണം എടുത്തതിന് എന്നെ കള്ളിന്ന് വിളിക്കുന്നോ? എൻ്റെ അച്ഛൻ്റെ പണമെടുക്കാൻ എനിക്ക് ആരോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. മുത്തശ്ശി. അപ്പോൾ മേഘ പറയാണ്, ഞാൻ നിൻ്റെ പണമൊന്നും മോഷ്ടിച്ചില്ലല്ലോ, നീ എന്നെ കള്ളിയെന്ന് വിളിക്കാൻ. അതിന് ഞാൻ നിന്നെ കള്ളിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ കള്ളിയാണെന്ന് പറഞ്ഞത് നിൻ്റെ അച്ഛൻ. അവൾ അതും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും ചോദിക്കുകയാണ്, അല്ല, മഹേഷിന് താലി വാങ്ങിക്കൊടുത്ത് ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടാൻ പറഞ്ഞത് നീയല്ലേ? അത് കേട്ടപ്പോൾ കുറേ സമയം ചന്ദ്രിക, അതായത് മേഘ അനക്കമറ്റതുപോലെ നിന്നു. അതിനുശേഷം പറയാണ്, നീ എന്താ ഈ പറയുന്നത്? ഞാനെന്തിന് മഹേഷിന് താലി വാങ്ങിച്ചു കൊടുക്കണം? ഇതുപോലുള്ള ക്രിമിനൽ ബുദ്ധിയൊക്കെ തോന്നുന്നത് നിനക്കല്ലേ? അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ക്രിമിനലായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. നീയാ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം മുത്തശ്ശിയും, മഹേഷ് ചന്ദ്രികയോടൊപ്പം ജീവിക്കണമെന്ന് കരുതുന്നു. അതുകൊണ്ട് അവൻ പോയി ഒരു താലി വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ കഴുത്തിൽ കെട്ടണമെന്ന് വിചാരിച്ചത് തെറ്റാണോ? അത് സഹിക്കാൻ വയ്യാതെ നീ ചെന്ന് അവനെ അടിച്ച് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിക്കാതെ തടഞ്ഞു. എത്ര നാളാന്ന് വെച്ചാൽ നീ ഇങ്ങനെ തടയുന്നത്? എന്തായാലും ചന്ദ്രിക മഹേഷിനൊപ്പം തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പം മുത്തശ്ശിയും, കറക്റ്റ്. അപ്പോൾ സിദ്ധു, നോക്ക് മേഘ, ഞാനൊരു പഴഞ്ചൊല്ലി പറയട്ടെ, നിനക്കത് വളരെ യോജിക്കുമെന്ന് തോന്നുന്നു. നീ ആരാണെന്നറിയാൻ നിന്റെ ചങ്ങാതിയെ നോക്കിയാൽ മതി എന്ന് പറയും. അതുപോലെ തന്നെ മഹേഷിനെ കാണുമ്പോഴൊക്കെ നിന്നെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും. സിദ്ധു ഒന്ന് ചിരിച്ചു എന്നിട്ട് പറയാണ്, അതുപോലെ നിന്നെ കാണുമ്പോൾ മഹേഷിനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. മുത്തശ്ശി, സിദ്ധു, എൻ്റെ പേരക്കുട്ടിയെ നീ ഇൻസൾട്ട് ചെയ്യരുത്. അപ്പോൾ സിദ്ധുവിന് ചിരിയാണ് വന്നത്. അത് പറഞ്ഞതിന് ശേഷം സിദ്ധു പറയാണ്, അതുപോലെ തന്നെ മുത്തശ്ശിയെ കാണുമ്പോൾ മുത്തശ്ശിയുടെ പേരക്കുട്ടിയെക്കുറിച്ചും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പേരക്കുട്ടിയെ കാണുമ്പോൾ മുത്തശ്ശിയെക്കുറിച്ചും മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ മുത്തശ്ശി, നമ്മളെയൊക്കെ കാണുമ്പോൾ ഇവന് എന്തുമാത്രം പുച്ഛാണ് തോന്നുന്നത്. മുത്തശ്ശി, അപ്പോൾ അവൾ പറയാണ്, ഇവനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ എൻ്റെ അച്ഛനാണ് കാരണം. ഇവന് അച്ഛനാണ് കുറച്ച് ഓവറായിട്ട് സ്ഥാനം കൊടുത്തത്. ഞാൻ എൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് എപ്പോഴായാലും ഒരു ബൗണ്ടറി ഉണ്ട്, അതൊരിക്കലും ഞാൻ ക്രോസ് ചെയ്യില്ല. നീയാണ് നിൻ്റെ ലെൻസൊക്കെ ക്രോസ് ചെയ്യുന്നത്. നിൻ്റെ ലിമിറ്റിൽ നീ നിന്ന് കഴിഞ്ഞാൽ അത് അന്തസ്സായിരിക്കും. അല്ലാതെ എൻ്റെ ബൗണ്ടറിക്കുള്ളിൽ വരണമെന്ന് വിചാരിച്ചാണ്ടല്ലോ ഇങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ടി വരും. ഇനി മേലാൽ ഈ മഹേഷിൻ്റെ കയ്യിൽ താലി വാങ്ങിക്കൊടുത്തിട്ട് ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടാൻ പറയുന്നത്, മലരിന് ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നതിന്
ഇങ്ങനെയുള്ള ചീപ്പ് ഐഡിയാസ് ഒന്നും പറഞ്ഞു കൊടുക്കാതെ മര്യാദയ്ക്കിരിക്കാൻ നോക്ക്. അപ്പോൾ മേഘ പറയാണ്, മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അവർ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ അവരെ ഒരുമിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അതിന് നീ എന്തിനാ ഡിസ്റ്റർബ് ആകുന്നത്? സിദ്ധു, ഇനി മുതൽ നിനക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അതാണ് ഈ മേഘ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം മുത്തശ്ശി ഒന്ന് ഇരുത്തി മൂളി. ഓഹോ, അല്ലെങ്കിൽ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ആ ചന്ദ്രികയെയും മലരിനെയും കൊണ്ട് മഹേഷ് അവരുടെ നാട്ടിലേക്ക് പോവുക തന്നെ ചെയ്യും. നീ ഇവിടെ വേദനിച്ച് കണ്ണീരൊഴുക്കി നടക്കും. അത് നമുക്ക് വൈകാതെ കാണാം. സിദ്ധു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സിദ്ധുവും ഫ്രണ്ട്സും കൂടിയിട്ട് കോടതിയിലേക്ക് പോയിട്ടാണുള്ളത്. അവിടെ ചന്ദ്രികയും എത്തിയിട്ടുണ്ട്. വാ ചന്ദ്രിക എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയാണ്. മേഡം എന്ന് വിളിച്ച് അപ്പോൾ മേഡം പറയാണ്, വരൂ. ഗുഡ് മോർണിംഗ് മേഡം ഒക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. വരൂ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ പറയാണ്, മേഡം ഞാനൊരു ചന്ദ്രികയെക്കുറിച്ച് പറഞ്ഞില്ലേ ഫോണിൽ കൂടി, അത് ഇവരാണ്. അപ്പോൾ ചന്ദ്രിക ഇരിക്കൂ. ചന്ദ്രിക കൊടുത്തൊരു ബുക്ക്, അതായത് ഫയലിൻ്റെ ഒരു ബുക്ക്, അത് അവൾ മറിച്ച് നോക്കി. വക്കീലാണ്. അപ്പോൾ എന്നിട്ട് പറയാണ്, സിദ്ധാർത്ഥ് സാറ് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നോട്. ചന്ദ്രിക വിഷമിക്കേ വേണ്ട, എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യാം. ഉറപ്പായും ആ മഹേഷിൻ്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് ഞാൻ വാങ്ങിത്തരാം. അതിനു മുമ്പായി ചില ഡീറ്റെയിൽസൊക്കെ ആവശ്യമുണ്ട്. മഹേഷിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറയാമോ? ചന്ദ്രിക എല്ലാ കാര്യങ്ങളും മൗനമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രിക ഫസ്റ്റ് മുതൽ അവരുടെ താലികെട്ട് ചടങ്ങ്, അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാം വിവരിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രിക നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾ കരയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പറയാണ്, കരയാതിരിക്കും ചന്ദ്രികയെ. ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് സ്വന്തം കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നത് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. സിംഗിൾ പാരൻ്റായി നിന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അഭിമാനത്തോടെ ജീവിക്കുന്നതിൽ സന്തോഷം തോന്നുന്നു. നിങ്ങൾക്ക് നീതി കിട്ടാനായി ഞാൻ ഈ കേസ് ഏറ്റെടുത്ത് നടത്താം. മഹേഷിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായും ഡിവോഴ്സ് വാങ്ങിത്തരാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ ചന്ദ്രികയെ. ഒരു പേപ്പർ നീട്ടി പറയാണ്, ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്യൂ. അവളൊന്ന് സിദ്ധുവിനെ നോക്കി. അപ്പോൾ സിദ്ധു പറയാണ്, സൈൻ ചെയ്യ്. കൊടുക്ക്. അവൾ അത് അവർക്ക് കൊടുത്ത് അവർ മറിച്ച് നോക്കുകയാണ്. ഞാൻ കോർട്ടിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. ഡിവോഴ്സിന് വിളിക്കുമ്പോൾ നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് പോകാം. വളരെ നന്ദി മേഡം. അപ്പം ശരി, എന്നാൽ നമ്മൾ ഇറങ്ങട്ടെ. ശരി, വാ ചന്ദ്രികെ. സിദ്ധുവിൻ്റെ ഫ്രണ്ട് പറയാണ്, സിദ്ധു നമ്മളിപ്പോൾ കണ്ട അഡ്വക്കേറ്റ് ഇല്ലേ, ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് വന്ന ആളാണ്. ഇവരെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. ഇവർ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ തന്നെ നടത്തുകയും ചെയ്യും. ഉറപ്പായിട്ടും ജയിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇവർ മഹേഷിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി തന്നിരിക്കും. ചന്ദ്രികയെ, നീ ഒരു കാരണവശാലും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. മഹേഷ് എൻ്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടും പിന്നെ എന്താ സാർ ഡിവോഴ്സ് ചെയ്യാതിരിക്കുന്നേ? ചന്ദ്രികയെ, മഹേഷ് നിന്നിൽ നിന്നും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് സിദ്ധു ചന്ദ്രികയോട് പറയാണ്. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഒരുപക്ഷെ അവൻ കാശിന് വേണ്ടിയായിരിക്കുമോ ഇങ്ങനെ നിൽക്കുന്നേ? അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.